ഇറാൻ വീണ്ടും ആണവായുധ നിർമ്മാണം ആരംഭിച്ചേക്കാമെന്ന യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പോടെ പശ്ചിമേഷ്യയിൽ ആണവായുധവുമായി ബന്ധപ്പെട്ട സംഘർഷാവസ്ഥ കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ്. ആണവായുധ നിർമ്മാണ കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താനോ യുറേനിയം സമ്പുഷ്ടീകരണം നിർത്താനോ ഇറാൻ സമ്മതിച്ചിട്ടില്ലെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസം ആരോപിച്ചു. ആണവായുധ നിർമ്മാണം ഇറാൻ മറ്റൊരു സ്ഥലത്ത് ആരംഭിച്ചേക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയുണ്ടായാൽ അതൊരു പ്രശ്നമാകും, ട്രംപ് പറഞ്ഞു. ഇറാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി വൈറ്റ് ഹൗസിൽ ചേർന്ന പ്രത്യേക യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗാസയുമായുള്ള വെടിനിർത്തൽ കരാർ അടക്കം ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിലെ സംഘർഷം ആരംഭിച്ചതിന് ശേഷം ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിക്ക് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നത് സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നു. നിരീക്ഷണം പുനരാരംഭിക്കുക എന്നത് പ്രധാനമാണെന്ന് IAEA ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി തുടർച്ചയായി ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും ഇറാൻ ഈ ആവശ്യത്തോട് സഹകരിക്കാൻ തയ്യാറായിരുന്നില്ല എന്നതാണ് പ്രധാന വെല്ലുവിളി. ഈ അസഹകരണം ഇറാന്റെ ആണവ പദ്ധതിയുടെ സുതാര്യതയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുകയാണ്. തങ്ങളുടെ ആണവ ബാധ്യതകൾ പാലിക്കുന്നതിൽ ഇറാൻ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് കഴിഞ്ഞ മാസം 12-ന് IAEA ഒരു പ്രമേയം പാസാക്കിയതാണ് ഇറാനും ഏജൻസിയും തമ്മിലുള്ള ബന്ധത്തിന് കാര്യമായ വിള്ളലുകൾ ഉണ്ടാക്കിയത്. ഇസ്രായേൽ ആക്രമണം ആരംഭിച്ചതിന് ഒരു ദിവസം മുൻപായിരുന്നു ഈ പ്രമേയം പാസാക്കിയത്. ഇത് ഇറാനെ പ്രകോപിപ്പിക്കുകയും തങ്ങൾക്ക് ഏജൻസിയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്ന് അവർ പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തുവെന്ന് അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ പ്രമേയം ഇറാനെതിരെ പടിഞ്ഞാറൻ രാജ്യങ്ങൾ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമാണിതെന്നും ഇറാൻ ആരോപിക്കുന്നു. IAEA പ്രമേയത്തിന് മറുപടിയായി സഹകരണം നിർത്തിവെക്കുന്ന ഒരു ബില്ലിന് ഇറാന്റെ പരമോന്നത കൗൺസിൽ അംഗീകാരം നൽകിയതിനെ തുടർന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ IAEAയുമായി ഔദ്യോഗികമായി ബന്ധം വിച്ഛേദിക്കാൻ ഉത്തരവിട്ടിട്ടുണ്ട്. ഇറാന്റെ ദേശീയ പരമാധികാരത്തോടും അഖണ്ഡതയോടുമുള്ള പൂർണ്ണമായ ബഹുമാനം ഉറപ്പാക്കാനാണ് ഈ നടപടി നടപ്പിലാക്കിയത്. പരമോന്നത കൗൺസിൽ വക്താവ് ഹാദി തഹാൻ നസീഫ് ഈ തീരുമാനത്തെ ന്യായീകരിച്ചു. ഇറാനിലെ ആണവ കേന്ദ്രങ്ങളുടെയും ശാസ്ത്രജ്ഞരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നത് ഉൾപ്പെടെയുള്ള ചില വ്യവസ്ഥകൾ പാലിക്കപ്പെടുന്നതുവരെ തൽസ്ഥിതി തുടരുമെന്നും IAEAയുടെ നിരീക്ഷണ ദൗത്യങ്ങൾ ഈ സാഹചര്യത്തിൽ താൽക്കാലികമായി നിർത്തലാക്കപ്പെടുമെന്നും ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു. ഇത് IAEAയുടെ നിരീക്ഷണ ദൗത്യങ്ങൾക്ക് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. ഈ പ്രതിസന്ധികൾക്കിടയിൽ ഇസ്രയേലും US-ഉം സംയുക്തമായി ബോംബിട്ട സ്ഥലങ്ങൾ സന്ദർശിക്കാനുള്ള റാഫേൽ ഗ്രോസിയുടെ ആവശ്യം ഇറാനിയൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറച്ചി കഴിഞ്ഞ ദിവസം തള്ളിക്കളഞ്ഞു. സുരക്ഷാ കാരണങ്ങളെന്ന് പറഞ്ഞ് ബോംബിട്ട സ്ഥലങ്ങൾ സന്ദർശിക്കാൻ ഗ്രോസി നിർബന്ധിക്കുന്നത് അർത്ഥശൂന്യവും ദുരുദ്ദേശപരവുമാകാമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഇസ്രയേലുമായുള്ള സംയുക്ത ആക്രമണത്തിൽ 3 യുറേനിയൻ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ നശിപ്പിക്കുകയോ കാര്യമായ കേടുപാടുകൾ വരുത്തുകയോ ചെയ്തുവെന്ന് US അവകാശപ്പെട്ടിരുന്നു. 60% വരെ ശുദ്ധീകരിച്ച 400 കിലോയിലധികം വരുന്ന ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ശേഖരിച്ചതിന് എന്താണ് സംഭവിച്ചത് എന്നതിൽ ഇപ്പോഴും വ്യക്തതയില്ല. ഈ ഭീമമായ യുറേനിയ ശേഖരണം എവിടെയാണെന്നും അതിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നും വ്യക്തമല്ലാത്തത് ഇറാന്റെ ആണവ പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സംശയങ്ങൾ വർദ്ധിപ്പിക്കുന്നു. ഇറാനും അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള ബന്ധം ദശകങ്ങളായി സംഘർഷഭരിതമാണ്. 2015-ൽ അന്നത്തെ ഒബാമ ഭരണകൂടം ഇറാനുമായി ഉണ്ടാക്കിയ ആണവ കരാറിൽ നിന്ന് 2018-ൽ ട്രംപ് ഏകപക്ഷീയമായി പിന്മാറിയതോടെയാണ് നിലവിലെ പ്രതിസന്ധിക്ക് ഒരു പ്രധാന ഘട്ടം ആരംഭിക്കുന്നത്. ഇറാനുമായി പരമാവധി സമ്മർദ്ദം ചെലുത്തുക എന്ന നയം സ്വീകരിച്ച ട്രംപ് ഭരണകൂടം ഇറാനെതിരെ പുതിയതും കടുത്തതുമായ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തി. ഇതിന് മറുപടിയായി ഇറാൻ ആണവ കരാറിലെ തങ്ങളുടെ ചില ബാധ്യതകളിൽ നിന്ന് ഘട്ടം ഘട്ടമായി പിന്മാറുകയും യുറേനിയം സമ്പുഷ്ടീകരണത്തിന്റെ തോതും അളവും വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇത് കരാറിന്റെ ലംഘനമാണെന്ന് പാശ്ചാത്യ ശക്തികൾ ആരോപിക്കുകയും ചെയ്തു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ആണവായുധ ശേഷി അവരുടെ ദേശീയ സുരക്ഷയ്ക്ക് നേരിട്ടുള്ള ഭീഷണിയാണ്. ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് തടയാൻ ഏതറ്റം വരെയും പോകാൻ അവർ തയ്യാറാണെന്ന് പലതവണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആവശ്യമെങ്കിൽ സൈനിക നടപടികൾ പോലും പരിഗണിക്കുമെന്ന് അവർ സൂചിപ്പിക്കുന്നുണ്ട്. ഈ നിലപാട് ഇറാനെ കൂടുതൽ പ്രകോപിപ്പിക്കുകയും മേഖലയിലെ സംഘർഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇസ്രയേൽ തങ്ങളുടെ പ്രതിരോധ തന്ത്രത്തിന്റെ ഭാഗമായി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ രഹസ്യ ആക്രമണങ്ങൾ നടത്തിയതായി അഭ്യൂഹങ്ങളുണ്ട്. എന്നാൽ ഇത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. US പ്രസിഡന്റ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവും തമ്മിലുള്ള കൂടിക്കാഴ്ച ഈ വിഷയത്തിൽ നിർണായകമാകും. ഈ കൂടിക്കാഴ്ചയിൽ ഇറാനെതിരെ എന്ത് തരം നടപടികൾ സ്വീകരിക്കണമെന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും വിശദമായി ചർച്ച ചെയ്യും. തന്ത്രപരമായ വഴികൾ തേടണോ അതോ കൂടുതൽ കടുത്ത ഉപരോധങ്ങളോ സൈനിക നടപടികളോ പരിഗണിക്കണോ എന്നതിനെക്കുറിച്ച് ഈ ചർച്ചയിൽ തീരുമാനങ്ങൾ ഉണ്ടായേക്കാം. IAEAയുമായി സഹകരിക്കാൻ ഇറാൻ തയ്യാറാകാത്തതും അവരുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയ ശേഖരത്തിന്റെ വിവരങ്ങൾ ലഭ്യമല്ലാത്തതും അന്താരാഷ്ട്ര സമൂഹത്തിന് വലിയ ആശങ്കയാണ്. ഇറാൻ രഹസ്യമായി ആണവായുധങ്ങൾ നിർമ്മിക്കുന്നു എന്ന ആരോപണങ്ങൾക്ക് ഇത് ശക്തി പകരുന്നു. എന്നിരുന്നാലും ആണവായുധം നിർമ്മിക്കാൻ ഇറാൻ പരസ്യമായി ശ്രമിച്ചാൽ അത് ലോകമെമ്പാടും വലിയ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും. പുതിയ ആഗോള സംഘർഷങ്ങൾക്ക് അത് വഴിയൊരുക്കിയേക്കാം.
പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ ഇതൊരു പുതിയ യുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. ഇറാനും പാശ്ചാത്യ ശക്തികളും തമ്മിലുള്ള പിരിമുറുക്കം, മേഖലയിലെ ഇസ്രായേൽ പലസ്തീൻ സംഘർഷങ്ങൾ, ആഗോള എണ്ണവിലെ ചാഞ്ചാട്ടം എന്നിവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളാണ്. ഈ വിഷയങ്ങളിൽ എന്ത് തീരുമാനങ്ങളുണ്ടായാലും അത് പശ്ചിമേഷ്യയുടെ ഭാവിയെയും ആഗോള രാഷ്ട്രീയത്തെയും സാരമായി ബാധിക്കും. നയതന്ത്രപരമായ പരിഹാരങ്ങൾക്ക് സാധ്യതയുണ്ടോ, അതോ മേഖല കൂടുതൽ സൈനിക സംഘർഷത്തിലേക്ക് നീങ്ങുമോ എന്ന് വരും ദിവസങ്ങളിലെ സംഭവവികാസങ്ങൾ വ്യക്തമാക്കും. ഈ പ്രതിസന്ധിക്ക് ഒരു സമാധാനപരമായ പരിഹാരം കണ്ടെത്താൻ അന്താരാഷ്ട്ര സമൂഹം എത്രത്തോളം ശ്രമിക്കുമെന്നത് നിർണായകമാണ്.